മരണത്തിന്റെ സമവാക്യങ്ങൾ ത്രില്ലർ സിനിമകളുടെ പുത്തൻ ദൃശ്യാനുഭവം. ഭാവനയുടെ അനോമി റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നവാഗതനായ റിയാസ് മാരത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനും പ്രധാന വേഷങ്ങളിലെത്തിയ അനോമി വ്യത്യസ്തമായ ഒരു സിനിമാനുഭവമാണ് നൽകുന്നത്. മലയാള സിനിമ കണ്ട് ശീലിച്ച പരമ്പരാഗത ത്രില്ലർ സിനിമകളിൽ നിന്നെല്ലാം മാറി സയൻസ് ഫിക്ഷന്റെ സാധ്യതകൾ ഒരു കുറ്റാന്വേഷണ സിനിമയിൽ അതിഗംഭീരമായി സംവിധായകൻ ഉൾച്ചേർത്തിട്ടുണ്ട്. പ്രധാന താരങ്ങളായി എത്തിയ ഭാവനയുടെയും റഹ്മാന്റെയും മികവുറ്റ പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഫോറൻസിക് ഉദ്യോഗസ്ഥനായ സാറ എന്ന കഥാപാത്രമായി ഭാവന എത്തിയപ്പോൾ ജിബ്രാൻ എന്ന പോലീസ് കഥാപാത്രമായാണ് റഹ്മാൻ ചിത്രത്തിലെത്തിയത്. നഗരത്തിൽ അരങ്ങേറുന്ന 3 ആത്മഹത്യകൾ എങ്ങനെയാണ് മറ്റ് പലതിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നാണ് സിനിമയുടെ തുടക്കം. എന്തിനായിരിക്കും 3 പേർ ആത്മഹത്യയെ തിരഞ്ഞെടുത്തത്? ആ ചോദ്യം പ്രേക്ഷകരും ചോദിച്ചു തുടങ്ങുമ്പോൾ അനോമി അതിന്റെ ഓരോ ഉത്തരങ്ങൾ നൽകി തുടങ്ങുന്നു. പൊതുവെ കണ്ടു ശീലിച്ചിട്ടുള്ള കുറ്റാന്വേഷണ സിനിമകളിൽ നിന്നെല്ലാം എല്ലാത്തിലും ഉള്ളതുപോലെ കുറ്റവാളികളുടെ മോട്ടീവ് അനോമിയിലും അവസാനം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ അതിന് തൊട്ടു മുൻപ് പോലും പ്രേക്ഷകർ ചിന്തിക്കുന്ന എല്ലാ സാധ്യതകളും ഒരു സിനിമ തള്ളിക്കളയുന്നു എന്നത് തന്നെയാണ് അനോമിയുടെ ഗംഭീര സിനിമയാക്കി മാറ്റുന്നത്. ഓരോ കഥാപാത്രത്തിനും കൃത്യമായ ബാക്ക് സ്റ്റോറികൾ നൽകിക്കൊണ്ട് അവരുടെ ഓരോ ചെയ്തികളെയും അതിന്റെ പരിമിത ഫലങ്ങളെയും സിനിമ മികച്ച രീതിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സോറയും അനിയനും തമ്മിലുള്ള ബന്ധം, ജിബ്രാനും അയാളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കുറ്റവാളിക്ക് അയാളുടെ ലക്ഷ്യത്തോടുള്ള ബോധവും സിനിമ നല്ലപോലെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറ്റാന്വേഷണം എന്ന് പറയുമ്പോഴും മലയാളത്തിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത സയൻസ് ഫിക്ഷന്റെ സാധ്യതകളും ഒരു ത്രില്ലർ സിനിമയുടെ ഫ്രെയിം വർക്കിനകത്ത് സംവിധായകൻ വളരെ ഗംഭീരമായി പ്ലസ് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് അനോമി എന്ന സിനിമയെ ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷ ഉണർത്തുന്ന ഒന്നാക്കി മാറ്റുന്നത്. കേവലം അവസാന ഷോട്ടിൽ അവസാനിക്കാത്ത നിരവധി ചോദ്യങ്ങളാണ് സിനിമ പ്രേക്ഷകന് മുന്നിൽ വെക്കുന്നത്. അങ്ങനെയാണ് പലതും ഉത്തരമില്ലാത്ത കാര്യങ്ങളായി ഇവിടെ അവശേഷിക്കുന്നത് എന്നത് ചുരുളഴിയാത്ത ചില കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നിക്കുന്നു വിധമാണ് സിനിമയുടെ ആകെയുള്ള ട്രീറ്റ്മെന്റ്. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ത്രില്ലർ സിനിമകളിൽ അനോമി ഏറ്റവും മികച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരു നവാഗതനായ സംവിധായകന്റെ പതർച്ചകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് റിയാസ് മാരത്ത് തന്റെ ആദ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കരിയറിലെ 90ാം സിനിമ അതിഗംഭീരമായി എന്ന് ഭാവനയ്ക്കും ഉറപ്പിക്കാം. അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷനിലും ഭാവന അനോമിയുടെ ഭാഗമായിട്ടുണ്ട്. ജിബ്രാൻ എന്ന പോലീസ് കഥാപാത്രം റഹ്മാനിൽ ഭദ്രമായിരുന്നു. വലിയ ഇടവേളയ്ക്ക് ശേഷം റഹ്മാന്റെ മികച്ച പ്രകടനം കൂടിയായിരുന്നു അനോമിയിലേത്. ഈ പ്രായത്തിലും താൻ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന് അയാൾ അനോമിയിലെ പ്രകടനം കൊണ്ട് അടിവരയിടുന്നു. മികച്ച സിനിമാറ്റോഗ്രാഫിയും പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗും എടുത്തു പറയേണ്ടതാണ്. അനോമി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്ന സിനിമയെ കുറിച്ചുള്ളതല്ല, നിങ്ങളുടെ നിലനിൽപ്പിനെയും മനുഷ്യന്റെ ചിന്തകളെയും കുറിച്ചുള്ളത്. അത് ഇനിയും ഉത്തരമില്ലാത്ത ഒരു അന്വേഷണം പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.